ഈ വീക്കെൻഡും അവധി ആയപ്പോഴത്തേനും നമ്മുടെ മുത്തപ്പൻ വന്നായിരുന്നേ. മുത്തപ്പൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കസിനാന്ന്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ പേര് മുത്തൊന്നൊന്നും അല്ല, അലക്സ് എന്നാണ് ഒഫീഷ്യൽ നെയിം. പക്ഷെ അവൻ്റെ പേര് അലക്സ് എന്നാന്ന് അവന് പോലും അറിയില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് എന്നോട് പറഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കണ്ട, കാരണം കുറേ പേര് നോയമ്പാണ്, കുറേ പേര് നോമ്പല്ല. കുറേ പേരെന്ന് പറഞ്ഞാൽ ലിജോ മാത്രം നോമ്പല്ല, നമ്മളൊക്കെ നോമ്പാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ ഞാനും നോമ്പ് പിടിച്ചോന്ന്. ഞാനും ഇപ്രാവശ്യം നോമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആരും കളിയാക്കൊന്നും വേണ്ട, 50 നോമ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ എത്ര ദിവസം പോകുന്നു. എൻ്റെ തമ്പുരാനെ, എന്നെ നീ തന്നെ കാത്തോളണേന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു. ഞങ്ങൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണ്ടാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് മൂവിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. രസമല്ലേ എല്ലാവരും കൂടെ കുടുംബം മൂവിയൊക്കെ കണ്ടിരിക്കാൻ. അല്ലെങ്കിൽ ലിജോപ്പന് പഴയ മൂവീസൊക്കെ കണ്ടിരുന്ന് പൊട്ടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങൾ നമ്മുടെ പറക്കും തളികയും പിന്നെ ഏതാണ് പുലിവാൽ കല്യാണമൊക്കെ ആയിരുന്നു കണ്ടത്. നല്ല മൂവിയല്ലേ, ചുമ്മാ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാം, രസമല്ലേ. ഞങ്ങളുടെ ചെറുപ്പത്തിലും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാനും ലിജോയും കൂടെ രാത്രിയിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരുമാതിരി വളിപ്പോടെ ഇട്ടിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ഉറക്കെ ചിരിക്കും. ഞങ്ങൾ രണ്ടുപേർക്കും ചിരി എന്ന് പറഞ്ഞാൽ കൺട്രോളില്ലാതെ ചിരിക്കുന്നവരാണേ. അപ്പോൾ എന്നെ ചെയ്യുന്നറിയോ, പപ്പ അലറിക്കൊണ്ടിങ്ങി വന്നിട്ട് നമ്മൾ ചിരിക്കുന്ന പപ്പയുടെ ബെഡ്റൂമിൽ കേട്ടെന്നും പറഞ്ഞിട്ട് പപ്പ ദേഷ്യപ്പെട്ട് വന്ന് ടി വി ആദ്യം വോളിയം കുറയ്ക്കും. കുറച്ച് കഴിയുമ്പം പിന്നെ ഞങ്ങൾ ചിരിക്കും. പിന്നെ പപ്പ ചാടി വന്ന് പപ്പ ടി വിയുടെ റിമോട്ടെല്ലാം വലിച്ച് പറിച്ചെടുത്തോണ്ട് പോയി. എന്തൊക്കെ ബഹളങ്ങളായിരുന്നെന്നറിയോ. പപ്പയുടെ പ്രകടനം കാണുമ്പം പിന്നെ ഞങ്ങൾക്ക് ചിരി വരും. അപ്പം ഞങ്ങൾ പിന്നെ ഉറക്കെ ചിരിക്കും. അപ്പോൾ പപ്പ ഞങ്ങളെ ചീത്ത വിളിക്കും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ കേട്ടോ. അതിപ്പോൾ ലിജോപ്പൻ ടി വി കാണുമ്പോൾ അറിയത്തില്ലേ, ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കൂട്ടത്തിലാന്ന്. എനിക്കൊന്ന് ജസ്റ്റ് മാത്രമേ ഉള്ളൂ ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത്. ചിരിയാണെങ്കിലും വലിയതായിട്ടൊന്നും ചിരിക്കുകയില്ല, മസിൽ വരിപ്പിച്ചിരിക്കും. അതിപ്പോൾ ജസ്റ്റിനെയും കൊണ്ട് മൂവിക്ക് പോകാനല്ലോ, അതെ ഞാൻ ഉറക്കെ അങ്ങ് ചിരിക്കും. ജസ്റ്റ് ചിരിക്കത്തേ ഇല്ല, മസിൽ വരിപ്പിച്ച് അങ്ങ് ഇരിക്കും. എന്നിട്ട് എന്നോട് ചോദിക്കും എന്തോ ഇത്ര ചിരിക്കാനുള്ളതെന്ന്. അതെന്തോ അല്ലേ, ചിരിക്കാൻ തോന്നുമ്പം ചിരിക്കണം, കരയാൻ തോന്നുമ്പോൾ അങ്ങ് കരയണം. അല്ല പിന്നെ ഇങ്ങനെ മസിലും വരിപ്പിച്ച് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾ ചിരിച്ചോ, ഞാൻ പോയേച്ചും വരാം.